എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിടയിൽ റിയാക്ഷനാണ് എമ്പുരാൻ സിനിമയുടെ ബിഗ് ടീസർ വന്നു. കണ്ട് ഞെട്ടി. എന്തായാലും ഇത് അതേ സമയത്ത് തന്നെ, അതായത് യൂട്യൂബിൽ വന്ന സമയത്ത് തന്നെ തിയേറ്ററിലും സ്ട്രീമിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. പലയിടങ്ങളിലും നല്ല തിരക്കനുഭവപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് അറിയാൻ പറ്റിയത്. നമ്മൾ ഞെട്ടിയ പോലെ തന്നെ അവരും ഞെട്ടിയോന്ന് നമുക്ക് അറിയണമല്ലോ. അതെ, തിയേറ്റർ റെസ്പോൺസ് എടുക്കണം. തീർച്ചയായിട്ടും തിയേറ്ററിൽ കാണുമ്പോ അത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു രസം എന്തായിരിക്കും. എന്റെ അമ്മോ, നമ്മളിത് ഇത്ര വലുപ്പത്തിൽ ലാപ്പില് കണ്ടിട്ട് തന്നെ, അപ്പൊ അത് ബിഗ് സ്ക്രീനിൽ കണ്ടാ എങ്ങനെ ഉണ്ടാവും? അതും ഡോൾബിയിലൊക്കെ ഇരുന്ന് കണ്ടാലേ. അതെ, ആ സൗണ്ടും എഫക്റ്റും ഫുൾ എഫക്റ്റ് കിട്ടിയിരിക്കുക, അത് അവർക്കായിരിക്കും. സത്യം. എന്തായാലും അതിന്റെ റിയാക്ഷനും വേണം, നമുക്ക് അതിന്റെ റെസ്പോൺസും വേണം. തീർച്ചയായിട്ടും തിയേറ്ററിൽ അവർ കാണുമ്പോൾ അവരെങ്ങനെ അത് റിയാക്ട് ചെയ്യുന്നുള്ളത് അറിയണമല്ലോ. ഇപ്പോൾ ഭയങ്കര വെല്ലുവിളിയായിട്ടുണ്ട് കേട്ടോ. എന്താടാ? അതായത് ഇത് ടീസർ ലോഞ്ചിൽ ഇത് പ്ലേ ചെയ്തല്ലോ, മമ്മൂക്ക് വരെ റിയാക്ഷൻ ചെയ്യുന്നു. ഇതിപ്പം നമ്മള് റിയാക്ഷൻ ചാനലൊക്കെ പൂട്ടിപ്പോണ്ടി അവസ്ഥയാണ്. എല്ലാരും റിയാക്ഷൻ. ലാലേട്ടനും മമ്മൂക്കൊക്കെ ഒരുമിച്ചിരുന്ന് കാണുന്നു, അതിനുശേഷം റിയാക്ഷൻ ഇടുന്നു. ശേഷം മമ്മൂക്ക് പറഞ്ഞിട്ടില്ലേ, പിന്നെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയ സിനിമ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും ചെറിയ സിനിമ ചെയ്യുമെന്ന് പ്രതീക്ഷയില്ല. അതാ പറഞ്ഞ. അതും കുറെ സംഭവങ്ങളുണ്ട് കേട്ടോ. അതിന്റെ വീഡിയോ ആയിട്ട് നമ്മൾ നാളെ വരുന്നത്. ഇന്ന് നമുക്ക് റെസ്പോൺസ്, നമ്മള് പ്രേക്ഷകരുടെ അഭിപ്രായം എന്തായിരുന്നു? ഇവര് ടീം പലതും പറയും. നമുക്ക് ജനങ്ങളുടെ അല്ലെങ്കിൽ ഫാൻസിന്റെ അഭിപ്രായം എന്നുള്ളത് ജനങ്ങളുടെ ഉള്ളാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, അത് റിയാക്ഷൻ ആയിക്കോട്ടെ. റിയാക്ഷൻ. ഓക്കെ, ആ വണ്ടിക്ക് കൈയടി ഉണ്ട് അല്ലേ? പിന്നെ ഡയലോഗിന് ഇത് നമ്മള് അനുഭവിച്ച അതേ വൈബ് തന്നെ, നമ്മളെക്കാട്ടിലും കൂടുതലവരാ. ഒരു കൊറേ പേരുള്ളതുകൊണ്ടേ ഭയങ്കര രസമായിരിക്കും. ഭയങ്കരമായിരിക്കും. ഇപ്പൊ അവര് കഥയിലേക്ക് മുഴുകി കണ്ടിരിക്കുകയാണ്. ആരാണ്? ഇത് തിയേറ്ററിൽ തന്നെ കാണാല്ലേ? ഞെട്ടിധരിച്ചിങ്ങനെ ഇരിക്കുന്ന സമയം. അതെ, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അതിനുശേഷം വരാം. ഞങ്ങൾ ആഘോഷിച്ച പോലെ തന്നെ അവരും ആഘോഷിച്ചിട്ടിരിക്കുകയാണ്. മിണ്ടരുത്, അടക്ക്. സംഭവം അടിപൊളി റിയാക്ഷൻ, ഭയങ്കര വൈബ്. കാരണം നമുക്കിത് പറ്റിയില്ല കാണാൻ. അതായത് തിയേറ്ററിൽ ഇത് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യമാണ്. സത്യം. അത് അവരുടെ എഫക്റ്റ് ഭയങ്കരമായിരിക്കും. അതെ, നമ്മളിതിന്റെ ജയിലർ 2 ഇല്ലേ, അതിന്റെ പ്രൊമോ ടീസർ ഇതുപോലെ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ നമ്മുടെ നാട്ടിലും വേണം, കേരളക്കാരൊക്കെ ഇതിന് വളരണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്ര പെട്ടെന്ന് കിട്ടുമെന്ന് നമ്മൾ കരുതിയില്ല. ഇത്ര പെട്ടെന്ന് വളരുന്നു പന്തലിക്കുന്നു നമ്മൾ ചിന്തിച്ചില്ല. അതാണ് പ്രശ്നം. നമ്മളപ്പോ ഓർത്തില്ല.
എമ്പുരാൻ എന്ന് പറഞ്ഞൊരു സിനിമ വരാനിരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും ആ സമയത്തും കരുതിയിട്ടില്ല ലൈവ് സ്ട്രീമിംഗ് തിയേറ്ററിലിടുന്നു. അതാണ് പറഞ്ഞത്, ആന്റണി പെരുമ്പാവൂർ ഇതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞായിരുന്നു പ്രമോഷൻ എന്ന് പറഞ്ഞാൽ ഭീകരമായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തുടക്കത്തിലെ തന്നെ വന്നിട്ടുണ്ട്. എന്തിന് അവര് ഇന്നലെ ചെയ്ത ഒരു പരിപാടി തന്നെ കണ്ടില്ലേ, അതായത് വിടാമുയർച്ചി February 6 റിലീസിനെത്താണ്. അതും കൂടി അതിന്റെ കൂടെ മാർക്കറ്റ് ചെയ്ത് അതിന്റെ ഒരു പ്രൊമോഷൻ പരിപാടി ഇവിടെ കേരളത്തിൽ സംഘടിപ്പിച്ചു എന്നുള്ള രീതിയിൽ തന്നെ അത് ഒരുക്കി. അതാണ് ലൈക്ക പ്രൊഡക്ഷൻസ് ആ ഒരു ടീം സെറ്റ്. അത് അങ്ങനെയാണ് വേണ്ടത്, അതാണ് വേണ്ടത്. ആ രീതിയിൽ നമ്മൾ വളരണം. പിന്നല്ല ഇനി അങ്ങോട്ട് ഇതുപോലെ വരാനിരിക്കുന്ന സിനിമകൾക്കൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യണം. ചെയ്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും തിയേറ്റർ റെസ്പോൺസ് ഉണ്ട്. NV ഫോക്കസ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ വന്നതാണ്. അപ്പോൾ എന്താണ് ഫാൻസ് പറയുന്നത് നോക്കാം. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം ലാലേട്ടനെ കാണാൻ പറ്റാതെ പോയ ഒരു മലയാള സിനിമയുടെ തലവരെ മാറാൻ പോകുന്ന ഐറ്റം ബ്രഹ്മാണ്ഡ ചിത്രം. ഇതിനെ കൊള്ളിന്റെ ഒരു വാക്കില്ല ഇതിന്. മലയാള സിനിമയിലെ ഒരു മാലപ്പടക്കത്തിന്റെ തിരി മാത്രമേ കൊളുത്തിയിട്ടുള്ളൂ. നമുക്ക് March 27 വരെ കാത്തിരിക്കാം. മത്സരങ്ങൾ കണ്ടിട്ടുണ്ട്. ഇത് തിരുവനന്തപുരം മുതല് അങ്ങേറ്റം ഉള്ളവർക്കും മത്സരമാണ്. വിസ്മയാവുന്നുള്ളതിന് മലയാള സിനിമയെ അങ്ങനെ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത മോഹൻലാൽ നായകനായി വരുന്ന മലയാളത്തിന്റെ മോസ്റ്റ് അവൈറ്റഡ് മൂവി എന്ന് പറയുന്ന എമ്പുരാന്റെ ടീസർ റിലീസാണ്. അപ്പൊ ഇത് മോഹൻലാൽ ഫാൻസ് അതിന് ടീസറിന്റെ ഷോയുടെ ആർട്ടിക് മാൻ നടത്തുകയാണ്. അപ്പൊ ഈ ടീസർ കണ്ടിറങ്ങുന്ന ആ ആരാധകരോട് ആ പ്രേക്ഷകരോട് ചോദിച്ചു നോക്കാം ടീസർ എങ്ങനെയാണെന്നുള്ളത്. കിടിലൻ സാധനം, മലയാളത്തിന്റെ ഏറ്റവും മോസ്റ്റ് ലെവൽ സാധനം, പീക്ക് ലെവലായിരിക്കും. അന്യായ സാധനം. ലാലേട്ടന്റെ ഒരേ സ്വാഗ്, ഒരു രക്ഷയില്ല. കിട്ടിലോ എന്ന് പറഞ്ഞാൽ കിട്ടില്ല. കാണാൻ പറ്റുന്ന വിഷമം മാറിയോ? ജയിലേറ്റൂരിൽ ലാലേട്ടനെ കാണിക്കാത്ത വിഷമം ഇതിലൂടെ മാറിയിട്ടുണ്ട്. ഒരു രക്ഷയില്ല, ലാലേട്ടൻ ഒരു രക്ഷയില്ല. കിട്ടിലോ എന്ന് പറഞ്ഞാൽ കിട്ടില്ല. ലാലേട്ടൻ മാത്രമേ ഉള്ളൂ ടീച്ചറിൽ. അന്യായ സാധനം. മലയാള സിനിമയുടെ തലവരെ മാറാൻ പോകുന്ന ഐറ്റം ബ്രഹ്മാണ്ഡ ചിത്രം. ഇതിനെ കൊള്ളിന്റെ ഒരു വാക്കില്ല ഇതിന്. ഒരിക്കലും ഇല്ല. ഇത് ബ്രഹ്മാണ്ഡ ഹോളിവുഡ് ലെവലിൽ എടുത്തിരിക്കുന്നു. അതിനി നമുക്ക് ടീച്ചറിന് ഇതേ ഒരു ആവേശമാണ് ഈ പടം ഇറങ്ങുമ്പോൾ ചിന്തിക്കാൻ പറ്റുന്നില്ല. നമുക്ക് ഒരു എന്താണ് സ്വപ്ന ലോകത്ത് നിൽക്കുകയാണ് ഇപ്പൊ. അത്രയ്ക്ക് ബ്രഹ്മാണ്ഡ ഐറ്റം, ഒരു രക്ഷയില്ല. എന്തായാലും ഒരു മിനിറ്റ് ടീച്ചർ കൊണ്ട് ഇത്രയും വിജയം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ March 27 വൻ ഹിറ്റ് ആയിരിക്കും അടിക്കാൻ പോകുന്നത്. സർവ്വ റെക്കോർഡായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അത്ര ഗംഭീരമായിട്ട് ചെയ്തേക്കണം. ഇത് ഇന്ന് ഈ ദിവസം January 26 എന്ന് പറയുന്നത് മലയാള സിനിമയുടെ ഒരു പുതുചരിത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു സിനിമയുടെ ടീസറിന് ഇത് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഇത്രയും സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ഒരു ടീസർ ഇന്ന് ഇവിടെ നടന്ന വീഡിയോ പുറത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും മനസ്സിലാകും എന്താണ് ലാലേട്ടൻ എന്ന്, ലാലേട്ടന്റെ ഫാൻ ബേസ് എന്താണെന്നുള്ളത്. ടീസർ മലയാള സിനിമയിലെ ഒരു മാലപ്പടക്കത്തിന് തിരി മാത്രമേ കൊളുത്തിയിട്ടുള്ളൂ. നമുക്ക് March 27 വരെ കാത്തിരിക്കാം. ഹിറ്റിന് വേണ്ടി എല്ലാ റെക്കോർഡുകളും, അതായത് ടീസർ ഉൾപ്പെടെ എല്ലാ സകലമായ റെക്കോർഡുകളും ലാലേട്ടന്റെ പേരിൽ ഈ എമ്പുരാനെ തമ്പുരാനെ കാണാൻ മാറ്റിമറിക്കാൻ എമ്പുരാൻ വന്നിട്ടുണ്ട്. കൊണ്ടാടുമോ കേരളക്കര? ഉറപ്പായിട്ടും ഇതിപ്പോ എന്തൊക്കെയാണ് നടക്കാൻ വന്നത്. അതായത് ബെഞ്ച് മാർക്കാണ് തുടങ്ങി വെച്ചത്, തുടങ്ങി വെച്ചത്, പുതിയ ബെഞ്ച് മാർക്ക്. അതായത് മലയാളത്തിന്റെ ന്യൂ മാർക്കറ്റ് എന്താന്ന്, മലയാളത്തിലെ മാക്സിമം, അതായത് മോളിവുഡിന്റെ മാക്സിമം പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് ചരിത്രം. അതായത് ഇതിന്റെ മാക്സിമം പൊട്ടൻഷ്യൽ എന്തെന്ന് ഈ പടം കാണിച്ചത്. അതായത് ഫാൻസുകാർ തമ്മിൽ മത്സരങ്ങൾ കണ്ടിട്ടുണ്ട്. ഇത് തിരുവനന്തപുരം മുതല് അങ്ങേറ്റം ഉള്ളവർക്കും മത്സരമാണ്. നമ്മൾ തന്നെ എത്ര തിയേറ്ററുകളിൽ അവരവരുടെ ശക്തി തെളിയിക്കും. എല്ലാം March 27 വെയിറ്റിംഗ് ആണ്. എല്ലാരും വെയിറ്റിംഗ് ആണ്. വിസ്മയാവുന്നുള്ളതിന് മലയാള സിനിമയെ പാൻ ഇന്ത്യ തലത്തിൽ ഏറ്റവും കൂടുതൽ റീച്ച് ചെയ്യിപ്പിച്ചിട്ടുള്ളത് ലാലേട്ടന്റെ പടങ്ങളാണ്. ദൃശ്യമായാലും പുലിമുരുകനായാലും ലൂസിഫർ ആയാലും. ഇനി അതിനുശേഷം മലയാള സിനിമയെ ആഗോള വിപണിയിൽ ഏറ്റവും വലിയ പടമാക്കാൻ പോകുന്ന ചിത്രമായിരിക്കും എമ്പുരാൻ 2 എന്നുള്ളതിന് ഒരു സംശയവുമില്ല. നമ്മൾ പ്രതീക്ഷ മേളിലിരിക്കുന്ന സാധനം സൂപ്പർ.
ആഘോഷണേ അടുത്ത് അണക്കുന്നുണ്ട് ആള്. എന്തിനു പറയാ ഒന്നുമില്ല ഒരു സൂപ്പർ ചെറിയ അങ്ങനെ വലിയ പടം സൂപ്പർ കേട്ടോ ആൾക്ക് തൃപ്തിയല്ലേ എന്താണോ മാർച്ച് 27 ആ ചെറുതാ കുഞ്ഞു പടം, ഒരു കുഞ്ഞു പടം വെച്ചിട്ട് വേറെ ലെവൽ പരിപാടി. ഇത് ഒരു ഞാൻ ഇപ്പോഴും എന്റെ മനസ്സിൽ പോയതാണ് ബ്രഹ്മാണ്ടം എന്നൊക്കെ പറയുമ്പോഴേ, അതായത് പൃഥ്വിരാജനെ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഇത് ചെറിയൊരു സിനിമയാണ്, മൂന്നാം ഭാഗം വലിയ സിനിമയാണെന്ന്. അപ്പൊ അതെന്തായിരിക്കും എന്ന് ചിന്തിച്ചു നോക്കി. അതായത് ഇത് എത്ര വലുതാണെന്നുള്ളത് ഇതിന്റെ ടീസർ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ? അതെ. അപ്പോൾ അത് ആള് പറഞ്ഞിരിക്കുന്നത് ആളുടെ കണ്ണിൽ അത് ചെറിയ സിനിമ. അപ്പോൾ മൂന്നാം ഭാഗം വലിയ സിനിമയാണെന്നുള്ളതാണ് ആള് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് എത്ര വലുതായിരിക്കും, അതെന്തായിരിക്കും എന്ന് ചിന്തിച്ചു നോക്കി. ഇത് ബ്രഹ്മാണ്ടാണെങ്കിൽ അതെന്തായിരിക്കും? അപ്പൊ ചിന്തിക്കാൻ പറ്റുന്നില്ല. അമ്പോ ശരിക്കും ഇത് ഭയങ്കര ഒരു വിജയം ആവണം, മസ്റ്റായിട്ട് എന്തായാലും ഇതൊരു വമ്പൻ വിജയം ആവണം. എന്നാലേ ആളുടെ ആ മനസ്സിലുള്ള ആ വലിപ്പത്തിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ. പ്രൊഡക്ഷൻസും അങ്ങനെ അവരൊക്കെ കൂടിയിട്ട് ഒരുമിച്ച് നിന്നത് തന്നെ ഇത് വലിയൊരു സിനിമയ്ക്ക് പുറത്തു വിടണം. ഇതങ്ങോട്ട് ഹിറ്റ് അടിച്ചു കഴിഞ്ഞിട്ട് വേണം പിന്നെ ഒരു കാത്തിരിപ്പാ 3ക്ക് വേണ്ടിയിട്ട്. ഓഹോ എന്തായിരിക്കും അല്ലേ, അതിന്റെ ഒരു ത്രില്ലൊന്നും ഭയങ്കര തന്നെ. ദൈവമേ, അതിന്റെയൊക്കെ ഇതിന്റെ ടീച്ചർ റിയാക്ഷൻ ചെയ്തപ്പോ തന്നെ അങ്ങനെ പേടിയായിരുന്നു. അപ്പൊ മൂന്നാം ഭാഗത്തിന്റെ ഒക്കെ റിയാക്ഷൻ ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അല്ല അത് ഉണ്ടാവുമല്ലോ എന്ന് മാർച്ച് 27 ശേഷം അറിയാൻ പറ്റുള്ളൂ. ഇത് വലുതെന്ന് ഇങ്ങനെ പറയുന്നത് എന്താ? അതായത് മൂന്നാം ഭാഗം ഭയങ്കര വലുതാവും. അതിനല്ലേ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ ഇന്ന ആളുണ്ട് എന്നൊക്കെ. അതാണ് പറഞ്ഞിട്ട് ആരെങ്കിലും വിശ്വസിക്കേണ്ടത്. അത് വിശ്വസിക്കുന്നില്ല എന്ന് എനിക്കറിഞ്ഞൂടാ. നിങ്ങൾക്ക് ഞങ്ങളെ ശരിക്കും വിശ്വാസം ഇല്ലാഞ്ഞിട്ടാണോ? അല്ല അറിയാൻ മേല. ശരിക്കും ഞങ്ങൾക്ക് ഞങ്ങളെ വിശ്വാസം അല്ല, വേറെ കാര്യം. പല കാര്യത്തിലും ഞങ്ങൾക്ക് ഞങ്ങളോട് തന്നെ ഒരു താല്പര്യമില്ല, അത് വേറെ സത്യമാണ്. ഒരു കാര്യം ഓപ്പണായിട്ട് പറയാം, അതായത് നല്ല ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു സോഴ്സിൽ നിന്ന് തന്നെയാണ് ഇത് കിട്ടിയിട്ടുള്ളത്, നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. പക്ഷേ അവർ നമ്മളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാണെങ്കിൽ മാത്രമേ സത്യമല്ലാതെ അത് പ്രശ്നം വരുള്ളൂ. പക്ഷെ നമ്മളിത് അറിഞ്ഞത് തന്നെയാണ്. അത് തോന്നുന്നില്ല കേട്ടോ, അത് ഒരു നുണ പറഞ്ഞ് നമ്മളെ പറ്റിച്ച അങ്ങനെ നമുക്ക് തോന്നുന്നില്ല. അത് സത്യം തന്നെയാണെന്നാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. കാരണം പലതും സത്യമായിട്ടുണ്ട്. അതെ, ഇതും സത്യമാകും എന്ന് കരുതുന്നു. അപ്പൊ എന്തായാലും പോവല്ലേ. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ. ബൈ.